പയ്യൻ ഒരു ബന്ദിൻ്റെ പിറ്റേ ദിവസം അവന് 29 വയസ്സുള്ളപ്പോൾ അവനൊരു ഫിലിം കാണാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ റോഡിൽ വെച്ചിരുന്ന ഒരു കല്ലിൽ തട്ടി ബൈക്ക് ഒന്ന് ചെരിഞ്ഞതാണ്. അവൻ്റെ മേൽച്ചൊടി ഒന്ന് മുറിഞ്ഞു. അല്ലാതെ മറ്റ് യാതൊന്നും സംഭവിച്ചില്ല. അവൻ്റെ മാതാവ് ആരോ പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഇവൻ പറഞ്ഞു, സാരമില്ല അമ്മച്ചി എന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാണ്. ഉണർന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് ഉണരുമ്പോഴേക്കും തലമുടി വലിച്ചു പറിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, റഷ് ടു കട്ടാക്ക് മെഡിക്കൽ കോളേജിൽ ഇയാളുടെ തലച്ചോറിനകത്ത് ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. കട്ടാക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എമർജൻസി ശസ്ത്രക്രിയയ്ക്ക് ഇയാളെ വിധേയനാക്കിയെങ്കിലും ദീർഘമായ 8 മാസം സുബോധമില്ലാതെ അയാൾ അവിടെ കിടന്നു. 8 മാസത്തിന് ശേഷം അയാൾക്ക് സുബോധം വീണ്ടും കിട്ടുമ്പോൾ മോണ വളർന്ന് പല്ലുകളെ മൂടിപ്പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 25 വർഷം ശരീരം മുഴുവൻ തളർന്ന് മുഖം മുഴുവൻ വികൃതമായി സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് ഈ ചെറുപ്പക്കാരനൊരു വീൽ ചെയറിനെ അഭയം പ്രാപിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് 1.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും രണ്ടാമത്തെ കുഞ്ഞിനെ ഈ പെൺകുട്ടി 6 മാസം ഗർഭിണിയുമായിരുന്നു. അങ്ങനെ 25 വർഷത്തിന് ശേഷം ഈ ചെറുപ്പക്കാരൻ മരിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടി വിധവയായി. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ അനാഥരായി. പ്രൈസ് ദി ലോർഡ്. ഇതിന് ശേഷം അടുത്ത ഊഴം എൻ്റെ കുടുംബത്തിലേതായിരുന്നു. 83-ൽ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ തന്നെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്താണ് എൻ്റെ നേരെ മൂത്ത സഹോദരൻ, അദ്ദേഹത്തിന് 34 വയസ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 32 വയസ്സുമുള്ളപ്പോൾ പെട്ടെന്നൊരു തലവേദന, നല്ലൊരു തലവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. ചെന്ന് 15 മിനിറ്റിനകം ആദ്യത്തെ വലതുകരം തളർന്നു, രണ്ടാമത്തെ 15 മിനിറ്റിനകം വലതുകാൽ തളർന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എല്ലാ ക്രമീകരണവും ചെയ്ത് 2-3 കാറുകൾ ഇങ്ങനെ കോടിമത കാത്തു നിൽക്കുകയാണ്. ഒരു 30 മിനിറ്റിനകം ഇവരെയും കൊണ്ടുവന്നു. 40 മിനിറ്റ് എടുത്ത് കാണും മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഈ സ്ത്രീയുടെ ഇടത് കരം മാത്രം ചലിപ്പിക്കുവാറ്, ബാക്കി ശരീരം മുഴുവൻ തളർന്ന് കണ്ണുപോലും കാണാതെ ദീർഘമായ 16 വർഷവും 3 മാസവും അവർ കിടക്കയെ അഭയം പ്രാപിച്ചു. 2 വർഷം മുമ്പാണ് അവർ മരിച്ചു മാറ്റപ്പെട്ടു പോകുന്നത്. 34 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ സഹോദരൻ ഭാര്യ ജീവിച്ചിരിക്കെ വൈധവ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. 7-9 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ അവരുടെ മാതാവ് ജീവിച്ചിരിക്കെ അനാഥരായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരന്മാരൊക്കെ പൂർണ്ണസമയ മദ്യപാനികൾ. ഞങ്ങളുടെ കുടുംബത്തിൽ ഭ്രാന്ത്, മദ്യപാനം, തളർച്ച, അകാല മൃത്യു ഇത് ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുന്നത് ഞാൻ കണ്ടു. 79 വയസ്സുള്ള എൻ്റെ മാതാവിൻ്റെ മടിയിൽ കിടന്ന് 42 വയസ്സുകാരനായ എൻ്റെ സഹോദരൻ രക്തം ഛർദ്ദിച്ച് മരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ നിലവിളി ഇന്നും എൻ്റെ കാതുകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവേറ്റവരാണ് ഞങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മാർത്തോമ സമുദായത്തിന് വിരോധമായോ, യാക്കോബ സമുദായത്തിന് വിരോധമായോ, കത്തോലിക്ക സമുദായത്തിന് വിരോധമായോ, അല്ലെങ്കിൽ പെന്തക്കോസ് സമൂഹത്തിന് അനുഭാവമായോ ഒന്നുമല്ല ഞാൻ പറയുന്ന വചനം. അവർ അതുകൊണ്ടാണ് 107-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഒന്ന് വായിച്ചേട്ടാ, 107-10. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ കണ്ടോ, ആ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച് അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം പറയുന്നത് സമുദായത്തെ അല്ല, നാം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കെ, എൻ്റെ ഫസ്റ്റ് കസിനാണ് ഇടുക്കള മാപ്പിള. 38 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ റാന്നി MLA ആയി 2 തവണ മത്സരിച്ച ആ ചെറുപ്പക്കാരൻ ഒരു കോർണർ മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് അവിടെ വീണു മരിച്ചു. അവൻ പ്രസംഗിച്ച ആ സിദ്ധാന്തത്തിനോ, ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കോ, കമ്മ്യൂണിസ്റ്റ് ഡോക്ട്രിൻസിനോ അവൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇനി അതുമാത്രമാണോ? ഞങ്ങളുടെ കുടുംബത്തോടെ ദൈവത്തിൻ്റെ നീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 4 വയസ്സ് പ്രായമുള്ള ഇടുക്കള മാപ്പിളയുടെ കുഞ്ഞ്, ഏക മകൻ, ആ വർഷം തീരുന്നതിന് മുൻപ് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ജോലിക്കാരി മുന്നമേ അങ്ങോട്ട് കടന്നുപോയി അവളുടെ പുറകെ പോകാനായിട്ട് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു ടെമ്പോ വന്ന് തട്ടി ആ 4 വയസ്സുകാരൻ ആ റോഡിൽ വീണ് പിടഞ്ഞു മരിച്ചു.
ഭർത്താവിൻ്റെ വിയോഗം കഴിഞ്ഞ് 1 വർഷം കഴിയുന്നതിന് മുൻപ് തൻ്റെ ഏക മകൻ്റെ ആ ചെതറിപ്പോയ ശരീരം കൂട്ടിത്തുന്നിയതിൻ്റെ പുറത്ത് കിടന്ന് ഈ പെൺകുട്ടി കരയുന്നത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആര് സഹിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ പള്ളിയുണ്ടാക്കി പട്ടക്കാരെ ആദരിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഈ ലോകപ്രകാരം നല്ലതെന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. എന്നാൽ വചനം പറയുന്നു, എന്തു പറയുന്നു? നിന്റെ നീതിപ്രവർത്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ്. പള്ളി പണിയുന്നത് നല്ലതാ, പട്ടക്കാരെ ആദരിക്കുന്നത് നല്ലതാ, ബിഷപ്പുമാരെ സൽക്കരിക്കുന്നത് നല്ലതാ, ഔദാര്യ ദാനങ്ങൾ കൊടുക്കുന്നത് നല്ലതാ, ഇതൊന്നുമല്ല. പക്ഷെ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ പറയുകയാണെന്നൊക്കെ റോമാലേഖനം 3-ാം അധ്യായം പറയുന്നു. 3:23 വാക്യം തൊട്ട് വായിച്ചട്ടെ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കുറെ പേര് പുണ്യവാളനാണ്. ആരാ പുണ്യവാളൻ? നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ പേരെ എവിടെയാ പുണ്യവാളനാക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പാപി പറയാം മറ്റേ പാപി വിശുദ്ധനാണെന്ന്. അതെങ്ങനെയാ ഒക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ 2 നെഗറ്റീവ് കൂടുമ്പോൾ ഒരു പോസിറ്റീവ് ആകുന്നതായിരിക്കും അതിന്റെ തിയറി. പ്രൈസ് ദി ലോർഡ്. എനിക്കറിഞ്ഞുകൂടാ. കുറെ പേര് അങ്ങ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാ വിശുദ്ധി ഉണ്ടാകുന്നത്? നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവദേശത്തില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ. വായിച്ചാട്ടെ. ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം നാം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സാൽവേഷൻ ഫ്രീ ആണ്. അതിന് പള്ളി പണിയണ്ട, ഔദാര്യദാനം ഒന്നും കൊടുക്കണ്ട. യേശു കർത്താവിനെ സ്വന്തം വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ എൻ്റെ നാഥനും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന വായ് കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ നാം നീതീകരിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന് പ്രസാദമുള്ള യാഗമെന്ന് പറയുമ്പോൾ നാം ഒന്ന് ഓടിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ 22 ഒന്നെടുത്താൽ 1, 2, 3 വേഗം വായിച്ചോട്ടെ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചത് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നവന്റെ ഏകത. നോക്ക്, നമ്മളെ 12-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ദൈവം പറഞ്ഞു ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിളി കേട്ട് പിതാവായ തേരഹിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന പാരമ്പര്യം വിട്ടിറങ്ങിയതാണ് അബ്രഹാം.